ഹായ് എവ്രി വൺ. ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ടുള്ളത് 10 ഓഫ് കപ്സും ദ മൂൺ കാർഡുമാണ്. ഈ റീഡിങ് കൂടുതലും സ്യൂട്ടാവുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ഇമോഷണലി ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ സന്തോഷം റിയൽ ആണെങ്കിലും നിങ്ങളുടെ മനസ്സിനുള്ളിൽ നിങ്ങൾക്ക് പുറത്ത് പറയാനാവാത്ത വിധത്തിലുള്ള എന്തോ ഒരു ഫീലിങ്, അതുപോലെ എന്തോ ഒരു പേടി, ചില ഡൗട്ട്സ്, ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടാവില്ല എന്താണ് നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതെന്ന്. കാരണം പുറത്തെല്ലാം ഓക്കെയാണ്, ഹാപ്പിയാണ്, പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് എന്തോ ശരിയല്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു ഇമോഷണലി നിങ്ങൾക്ക് ഒരു വ്യക്തതയില്ല അവിടെ. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങളിപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും, അതൊരു റിലേഷൻഷിപ്പ് ആവാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിലേ ആവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏത് ലൈഫ് സിറ്റുവേഷനിലാണെങ്കിലും അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് പുറത്ത് ഫീൽ ചെയ്യുന്ന ഹാപ്പിനെസ്, ആ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് എല്ലാം അത് റിയൽ തന്നെയാണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ആ ഇമോഷണൽ കൺഫ്യൂഷൻ അത് നിങ്ങളിലെ ഓവർ തിങ്കിങ് കൊണ്ടും നിങ്ങളിലെ ആ ഇമാജിനേഷൻ അത് നിങ്ങളുടെ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടുമാണെന്നുള്ളതാണ്. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ചില എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങളുടെ ഉള്ളിൽ വീണു പോയിട്ടുള്ള ചില ഫിയേഴ്സ് അത് നിങ്ങളുടെ ഉള്ളിൽ സ്റ്റക്കായിട്ട് കിടക്കുന്നത് കൊണ്ടുമാവാം. നിങ്ങളുടെ ഉള്ളിലെ ആ ഫിയറിനെ അവോയ്ഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വ്യക്തത വന്നു തുടങ്ങും എന്നുള്ളതാണ്. നിങ്ങളിലെ ആ ഓവർ തിങ്കിങ്ങിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. നിങ്ങളിൽ ഉള്ള ഓവർ ഇമാജിനേഷനെ അതും കുറച്ച് കൺട്രോൾ ചെയ്യുക. അതായത് നിങ്ങളുടെ ഹാപ്പിനെസ് അത് റിയൽ തന്നെയാണ് എന്ന് നിങ്ങളെ യൂണിവേഴ്സ് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. നിങ്ങളിലെ ആ ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഇമാജിനേഷനും ആ ഓവർ തിങ്കിങ്ങും കൺട്രോൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഹാപ്പിനെസ് ആ ഫീൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ഹാപ്പിനെസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ, രാജി.